സോയിൽ ഫെർട്ടിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. സോയിലിൻ്റെ ഫെർട്ടിലിറ്റി കൂട്ടുക എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ കാറ്റയോൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യും. ഇനി നമ്മുടെ പി എച്ചുമായിട്ട് ഡയറക്റ്റ് ആയിട്ടൊരു ബന്ധമാണ് നമ്മുടെ സോയിൽ ഫെർട്ടിലിറ്റിക്ക് ഉള്ളത്. ഇപ്പോൾ പി എച്ച് 5.5 നമുക്കറിയാം, സ്ലൈറ്റ്ലി ഒരു അസിഡിക് പി എച്ച് ആണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമൽ ബാലൻസ് ഓഫ് മേജർ ന്യൂട്രിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാന്റ്സിൻ്റെ എല്ലാം ഈ ന്യൂട്രിയൻസിൻ്റെ അപ്ടേക്ക് ഒക്കെ കറക്റ്റ് ആയിട്ട് നടക്കും. ഇനി പി എച്ച് 5 വരുമ്പോൾ മോഡറേറ്റ്ലി അസിഡിക് ആയിട്ട് മാറുവാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഈ 4.8 ഒക്കെ എത്തുമ്പോഴത്തേന് അലുമിനിയം എന്ത് ചെയ്യും, ടോക്സിക് ആവും പ്ലാന്റ്സിന്. കാര്യം എന്ന് വെച്ചാൽ ഇത് ഫോസ്ഫേറ്റുമായിട്ടൊക്കെ കമ്പൈൻ ചെയ്ത് അത് ലെസ് അവൈലബിൾ ആവും ഫോസ്ഫേറ്റ് പ്ലാന്റ്സിന്. ഇനി വീണ്ടും പി എച്ച് കുറഞ്ഞു വരുവാണ്, 4.5 എത്തുവാണെങ്കിൽ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ടീരിയൽ ആക്ടിവിറ്റി ഒക്കെ റെഡ്യൂസ്ഡ് ആവും. പി എച്ച് 4 ആകുമ്പോഴത്തേന് അവിടെ എന്ത് സംഭവിക്കും, അവർ എക്സ്ട്രീംലി അസിഡിക് കണ്ടീഷനാണ്. അവിടെ ഇറിവേഴ്സിബിൾ സോയിൽ സ്ട്രക്ചറൽ ബ്രേക്ക് ഡൗൺ ഒക്കെ ഉണ്ടാവും. അപ്പോൾ സോയിൽ പി എച്ചും നമ്മളുടെ ന്യൂട്രിയൻ്റ് അപ്ടേക്കും തമ്മിലൊക്കെ ഡയറക്റ്റ് ബന്ധമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ആവും ചാനൽ.